സ്കൂൾ ക്ലാസ് മുറികളിൽ നിന്ന് പിൻബെഞ്ചുകാർ ഒഴിവാകുന്നു. ഈ രീതി വിദ്യാർത്ഥിയുടെ ആത്മവിശ്വാസത്തെയും പഠനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്നാണിത്. ഒരു കുട്ടിയും പഠനത്തിലോ ജീവിതത്തിലോ പിന്നോട്ടു പോകാൻ പാടില്ല. എല്ലാ കുട്ടികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് അനുയോജ്യമായ ഏറ്റവും മികച്ച മാതൃക കണ്ടെത്താൻ വിദഗ്ധരുടെ ഒരു സമിതിയെ നിയോഗിക്കാൻ തീരുമാനിച്ചു. ഈ സമിതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്നും മന്ത്രി പറഞ്ഞു. എന്തായാലും നമുക്ക് വർത്തമാന കാലഘട്ടത്തിന്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്ന പുതിയ പുതിയ കാര്യങ്ങളും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. നമ്മൾ വീണ്ടും പഴഞ്ചൻ കാര്യങ്ങൾ തന്നെ നിന്നിട്ട് കാര്യമില്ല. ഉദാഹരണം ചെറിയൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, ഈ ബാക്ക് ബെഞ്ചേഴ്സ്. നമ്മൾ സ്ഥിരം പറയും, ആ കുട്ടികളെ പറയും, നീ പറയാനായിട്ട് ഇരിക്കേണ്ടവരാണ്. അങ്ങനെ പ്രതികരിക്കാൻ വേണ്ടി 10-20 കുട്ടികളുണ്ടാവും. ഈ സാറിൻ്റെ ഒരു ശ്രദ്ധ ആ കുട്ടികളുടെ പോയില്ല. ആ കുട്ടികൾ സിസ്റ്റം പോലെ അവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ ശ്രദ്ധിക്കാതിരിക്കുക, പിറകെ ഇറങ്ങി ഓടിപ്പോവുക, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കാൻ സംബന്ധിച്ചിടത്തോളം പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്.